മാറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില ചിന്തകൾ ഷെയർ ചെയ്യായിരുന്നു. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യേശു പ്രാർത്ഥിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഗെത്സമന പ്രയർ, അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 39 തൊട്ടുള്ള വാക്യങ്ങളിൽ ഇതിനകത്ത് കാണാം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, എല്ലാവർക്കും അതൊന്ന് പരിചിതമാവട്ടെ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്തിൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്തേ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോയതിന് ശേഷം നമുക്കറിയാം, കഴുതക്കുട്ടിയുടെ മേളിൽ ഹോശന്ന എന്ന് ആർത്ത് വിളിച്ച് യെരുശലേമിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം യേശു പിടിക്കപ്പെടും എന്ന് യേശുവിനറിയാം. യേശുവിനെ ഒറ്റിക്കൊടുക്കും എന്ന് യേശുവിനറിയാം. അതിനു മുമ്പ് യേശു ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. ശിഷ്യന്മാരോട് ചേർന്ന് അവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്തു. ശരിക്കും അവിടെ ഇൻവൈറ്റ് ചെയ്തു. അവരെയും കൂടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി. യേശു അവിടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇനി അടുത്ത ദിവസങ്ങളിൽ യേശുവിനെ പിടിച്ച് വിസ്തരിക്കുകയും അതുപോലെ വെള്ളിയാഴ്ച ദിവസം അവനെ ക്രൂശിക്കുകയുമാണ്. ഈ ദിവസം എന്ന് പറയുന്നത് പെസഹയുടെ ദിവസത്തിൻ്റെ പ്രീവിയസ് ഡേ, പാസ് ഓവർ ഫെസ്റ്റിവലിൻ്റെ പ്രീവിയസ് ഡേ ആണ്. അപ്പോഴവനും പ്രാർത്ഥിക്കാനായിട്ട് പോയി, ഒലിവുമലയിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ അവന് യേശു ചോദിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. പിതാവേ, മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു ചോദ്യമാണ്. യേശു പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയോ? പ്രാർത്ഥിക്കുന്നതിന് ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഉത്തരമല്ല പലപ്പോഴും കിട്ടുന്നത്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തുവാണ്? ആ കനാൻ ദേശത്തൊന്ന് കാല് ചവിട്ടാനായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ മോശയ്ക്ക് കനാൻ ദേശത്ത് കാല് ചവിട്ടാൻ പറ്റിയില്ല. നെബോ ബൗണ്ടിൽ കയറ്റി നിർത്തി ദൈവം കാണിച്ചു. കാരണം ദൈവത്തെ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ദൈവം മോശെ കനാൻ ദേശം കാണിച്ചു, കനാൻ ദേശത്ത് കയറാനായിട്ട് പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിക്കുന്നു. രോഗിയായ തൻ്റെ കുഞ്ഞിൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് രട്ടുടുത്ത് ചാരം പൂശി ദൈവസന്നിധിയിൽ കരഞ്ഞ് നെടുവീർപ്പിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്നൊരു ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയില്ല. പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് അവിടെ നടന്നത്. വിശുദ്ധനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു. ജഡത്തിലെ ശൂലം മാറ്റാനായിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഇതൊന്ന് മാറ്റിത്തരണേ. എന്തോ ശൂലം നമുക്കറിയത്തില്ല. വയറ്റുവേദനയാണെന്ന് പറയുന്നു, അല്ലാതെ വേറെ പ്രയാസങ്ങളാണെന്ന് പറയുന്നു, എന്താ നമുക്കറിയത്തില്ല. അത് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാറിയോ? ഇല്ല, മാറിയില്ല. അതിന് ഉത്തരം എന്തോ വന്ന്, എൻ്റെ കൃപ നിനക്ക് മതി. യേശുക്രിസ്തു ഇവിടെ ഗെത്സമനയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ യേശു എന്താണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു? ഈ ലോകത്തിൽ വന്ന്, നേരത്തെ 2 ദിവസം നമ്മൾ ചിന്തിച്ചു, കുരിശിലേറുവാനായി, പാപത്തിന് വേണ്ടി പരിഹാരമായി തീരുവാനായി, പാപപരിഹാര യാഗമായി തീരുവാനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു.
പക്ഷേ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത്: ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അവിടെ ഉത്തരം ലഭിച്ചു എന്ന് പറയുന്നു. എന്താ ഉത്തരം ലഭിച്ചത്? പ്രാർത്ഥിച്ചത് എന്താണ്? ഉത്തരം ലഭിച്ചത് എന്താണ്? യേശു പ്രാർത്ഥിച്ചു, അതിന് ഉത്തരം ലഭിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതിനുള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ വീണ്ടും വായിക്കുമ്പോൾ ഉത്തരം കാണാം: പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അതാണ് ഉത്തരം. അത് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? യേശു പ്രാർത്ഥിച്ചവൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കണം. യേശു എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? ചില ആളുകൾ പറയും, യേശു ഈ ലോകത്തിൽ വന്നെങ്കിലും അവൻ ഒരു രക്ഷപ്പെടാൻ ഒരു വഴി നോക്കി അല്ലേ? ഈ ക്രൂശ് മരണം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അവസാനം അവരൊരു ശ്രമം നടത്തി എന്നൊക്കെ ചില ആളുകൾ പറയും. എന്നാലും കർത്താവൊന്ന് ഒരു ക്രൂശ് മരണം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയും. എന്നാൽ യേശു ഇവിടെ ക്രൂശ് മരണം ഒഴിവാക്കാൻ വേണ്ടി ഉള്ളൊരു പ്രാർത്ഥനയല്ല പ്രാർത്ഥിച്ചത്. യേശു മനുഷ്യപുത്രനാണ് എന്നുള്ളൊരു തെളിവായിരുന്നു ആ പ്രാർത്ഥന. ശരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു മനുഷ്യനായി അവതരിച്ചു, മനുഷ്യപുത്രനാണ്. സകല പാപവും ഏറ്റെടുത്തെങ്കിലേ അതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ എല്ലാ രീതിയിലുള്ള ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അവനും ഉണ്ടായിരുന്നു. പാപം ചെയ്യാനുള്ള കഴിവ് യേശുവിനുണ്ടായിരുന്നു. എന്നാൽ യേശു പാപം ചെയ്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. യേശു എല്ലാ കഷ്ടതയിൽ കൂടിയും കടന്നുപോയി. അതാണ് മനുഷ്യ ശരീരത്തിൻ്റെ കഷ്ടതയിൽ കൂടി കടന്നുപോയി. യേശുവിന് രോഗം വന്നായിട്ടൊന്നും നമുക്കറിയത്തില്ല, അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ നമ്മുടെ രോഗം അവൻ ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ജീസസ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. 1 കൊരിന്ത്യർ 1:24 എഴുതിയിട്ടുണ്ട്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദരാകട്ടെ യവന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അതിനും ക്രിസ്തു എന്ന് പറയുന്നത് ദൈവജ്ഞാനമാണ്. ജീസസ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. അത് മറന്നുപോരുത്. ഈ വിസ്ഡമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ദാസരൂപം എടുത്ത് മനുഷ്യസാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല മേലായത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഹിതമല്ല കർത്താവേ, നിൻ്റെ ഹിതം തന്നെ നടക്കണം എന്നുള്ളതാണ്. അവിടെ യേശു പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴേ 11 ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. ആ രാത്രി ഒരു പ്രത്യേക രാത്രിയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്നാൽ ഒരാൾ അവിടെ ഇല്ല. ആരാണ്? ഇസ്കരിയോത്ത് യൂദ അവിടെ ഇല്ല. അവന് ഈ ലോകമയത്തിലായിപ്പോയി. അവൻ 30 വെള്ളിക്കാശ് വാങ്ങി അതിന് പുറകിൽ ഉള്ള പ്രിപ്പറേഷനിൽ അവനായിരിക്കുകയാണ്. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. സാത്താൻ അവരെ പാറ്റാൻ പോകുന്നു, അതിനാൽ പ്രാർത്ഥിക്കുക. പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമാണ് പ്രാർത്ഥന. അത് വീണ്ടും യേശുക്രിസ്തുവോടെ തെളിയിക്കുക ചെയ്ത്. പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ്? നമുക്ക് പൈശാചികമായിട്ടുള്ള അറ്റാക്ക് നമ്മുടെ ജീവിതങ്ങളിൽ വരുന്നു എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുക. നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ബലഹീനതകളെ നമുക്ക് രക്ഷയില്ല എന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മളെ വേൾഡ്ലി ഡ്രിഫ്റ്റായിട്ട് ലോകത്തിലേക്ക്, വേൾഡിനെസ്സിലേക്ക് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക. അതുപോലെ സെക്ച്വൽ സിൻസ്, അഡിക്ഷൻസ് ഒക്കെ ജീവിതത്തിൽ വരുന്നു എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വൈസസ്, പ്രോണോഗ്രഫിയൊക്കെ കാണാനുള്ള ആഗ്രഹം വരുമ്പം പ്രാർത്ഥിക്കുക.
സമയം മൊബൈലിൽ അതുപോലെ ഇൻ്റർനെറ്റിൽ ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ക്ലോസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ഈ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ടാണ് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത്. ഇവിടുത്തെ പ്രലോഭനം എന്തായിരുന്നു? ഇവിടുത്തെ പ്രലോഭനം കർത്താവിൻ്റെ ജഡത്തിൽ അവന് കഷ്ടത ഏറ്റെടുക്കാതിരിക്കാനായിട്ട് പിശാച് കൊണ്ടുവന്ന വലിയൊരു പ്രലോഭനമാണ്. പിശാച് ഇത് നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തു കുരിശിലേറാതിരിക്കാൻ വേണ്ടി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിശാച് യേശുവിൻ്റെ ജീവൻ തന്നെ എടുത്തു കളവാനായിട്ട് ആദ്യം ജനിച്ച സമയത്ത് ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധയുടെ സമയത്ത് അവിടെ മരുഭൂമിയിലേക്ക് സ്നാനത്തിന് ശേഷം നടത്തപ്പെട്ടപ്പം പിശാച് ടെംപ്റ്റ് ചെയ്തതായിട്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു. അവിടെ പിശാച് അവനെ ആ കിങ്ഡം ഓഫർ ചെയ്യുകയാണ്. ഒരേ ഒരു കാര്യമാണ്, കുരിശൊന്നും ആവശ്യമില്ല, നീ എന്നെ ഒന്ന് വർഷിപ്പ് ചെയ്താൽ മതി, ഇതെല്ലാം നിനക്ക് തരാം. എ കിങ്ഡം വിത്തൗട്ട് ക്രോസ്, കുരിശില്ലാത്ത ഒരു കിങ്ഡം. അതിൽ ഈ ക്രോസിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് അന്നേ പിശാച് ശ്രമിച്ചതാണ്. ഇപ്പോഴും പിശാച് ആ ജഡീക ചിന്ത അവനിൽ കൊണ്ടുവരികയാണ്. എന്താണ്? ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് അവനെ അതിൽ നിന്ന് വിടുവിച്ചാൽ ഈ വലിയ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ആ ഒരു വലിയത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് എറ്റേണൽ ഡെത്തിൽ തന്നെ മനുഷ്യനെ നിലനിർത്താം എന്നുള്ള ഒരു കൊല്ലപ്പെടാതെ ഇരിക്കണം എന്നുള്ള ചിന്തയിലെ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലത്തിന് ഉത്തരം അവന് കിട്ടിയെന്ന് എബ്രായർ 5:7 പറയുന്നു. അതിന് ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം? അവൻ മരിക്കുക മാത്രമല്ല, അവൻ കഷ്ടതയിൽ കൂടി പൂർണ്ണ പ്രാപിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത മാത്രമല്ല, ദാറ്റ് ഈസ് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. അത് നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. ആ എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു പോകും. അവൻ മഹാപുരോഹിതനായി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പക്ഷവാദം ചെയ്യാനായി ആ കർത്താവിനെ ഉയർത്തിയെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നു. അതാണ് എൻ്റെ ഉത്തരം, ആ പ്രാർത്ഥനയുടെ ഉത്തരം. മഹാപുരോഹിതനായ കർത്താവിനെ ഉയർത്തിയെന്ന്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22 കർത്താവ് കഷ്ടപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, അങ്ങനെ അവന് ഭവിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോഴേ യേശു എന്തോ പത്രോസിനെ വിളിച്ചതെന്നറിയാമല്ലോ. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. പത്രോസിനെ വിളിക്കുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൗത്യം, ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നതിൽ നിന്ന് വിപരീതം ആക്കി അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാം തന്നെ പൈശാചിക പ്രവൃത്തിയാണ്. ഈ പൈശാചിക പ്രവൃത്തിക്ക് എതിരായിട്ടാണ് ഗത്സമന പ്രയർ വന്നത്. അന്നേരം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രാണവേദനയിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം ജഡത്തിന് വേണ്ടതായിട്ടുള്ള, അവൻ്റെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള അതൊരു പ്രതികൂല സിറ്റുവേഷനിലേക്ക് കടന്നു പോവുകയാണ്. കപ്പ് ഓഫ് സഫറിങ്. യേശുക്രിസ്തു അതിന് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ദ കപ്പ് ഓഫ് സഫറിങ്. മത്തായി 20-ന്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ യാചിക്കുന്ന എന്നത് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്നവർ ഉത്തരം പറഞ്ഞു. അവനോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്ന എൻ്റെ അല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഇവിടെ കപ്പ് ഓഫ് സഫറിങ്ങിനെ കുറിച്ച് പറയുന്നു. യേശു കുടിക്കുന്ന പാനപാത്രം, അതാണ് ഈ കഷ്ടതയുടെ പാനപാത്രം. എന്നാൽ ശിഷ്യന്മാരോട് പറയുന്ന, കർത്താവോടെ പറയുന്നുണ്ട്, അവരും അതിൽ കൂടി കടന്നുപോയി. നമുക്കറിയാം ശിഷ്യന്മാരെല്ലാം ഏത് രീതിയിലാണ് മരിച്ചതെന്ന്. അപ്പോഴേ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ ക്രൂശ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു പ്രാർത്ഥനയല്ലായിരുന്നു പ്രാർത്ഥിച്ചത്. ജഡത്തിലെ ബലഹീനത അനുഭവിക്കുമ്പോൾ കർത്താവെ ശക്തി തരണമേ, കർത്താവെ അത് ബെയർ ചെയ്യാനുള്ള കഴിവ് തരണമേ, ഈ സഫറിങ് ഏറ്റെടുക്കാനുള്ള കഴിവ് തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ ഏറ്റവും പ്രധാനം. സ്പിരിറ്റ് ഡിസൈർസ് എംപവർമെൻറ്റ് ഇൻ ലൈഫ്, ബട്ട് ദ ഫ്ലഷ് ഡിസൈർസ് ഡെത്ത്. ജഡം എപ്പോഴും മരണത്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. ജഡം എപ്പോഴും മരണത്തിനെ ആഗ്രഹിക്കുന്നു, ആത്മാവ് ജീവനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. എന്നതുകൊണ്ട് നമ്മൾ ദൈവഹിതപ്രകാരം ആയിരിക്കണം നമ്മുടെ ആഗ്രഹവും നമ്മുടെ അനുസരണവും.
അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ഏത് സിറ്റുവേഷനിലായാലും ദൈവം നമ്മളെ സഹായിക്കും, നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും വിടുവിക്കും. അവിടെയാണ് നമുക്ക് അതിന് സാധ്യമായില്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതനെ ഇറക്കും. ദൈവം തൻ്റെ ദൂതനെ ശക്തിപ്പെടുത്തുവാനായി അയച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മത്തായി 4-ാം അധ്യായത്തിലും യേശുക്രിസ്തു ഉപവാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി ഇരുന്നപ്പോൾ പിശാച് പരീക്ഷിക്കാൻ വന്ന സമയത്തും യേശുവിനെ ശുശ്രൂഷിപ്പാനായിട്ട് ദൂതൻ വന്നു. എബ്രായർ 1:14 അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ? ആരാണ്? ഏഞ്ചൽസ്, ദൂതന്മാർ നമ്മളെ സഹായിക്കാൻ എപ്പോഴും നമ്മളെ പക്കത്തുള്ളവരാണ്. എങ്ങനെയാണ്? നമ്മുടെ ടെംപ്റ്റേഷനിൽ, നമ്മുടെ പ്രലോഭനങ്ങളിൽ നമ്മളെ വിടുവിക്കാനായിട്ട് യഹോവ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആളുകളാണ് ഈ ദൂതന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഒരിക്കലും വിമുഖത കാണിക്കരുത്. എല്ലാ ഡിഫിക്കൽട്ട് ടൈംസിലും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുക. റിപ്പീറ്റഡ് പ്രെയർ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. ദാനിയേൽ സിറ്റുവേഷൻ ഡിഫിക്കൽട്ട് ആയിരുന്നപ്പോഴും ദാനിയേൽ എന്താ നന്ദിയോടുകൂടി ദൈവസന്നിധിയിലിരുന്ന് സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവം എന്താണ് അവനെ അവിടെ വിടുവിച്ചതായിട്ട് കാണുന്നു. അത് മാത്രമല്ല ഡിക്രി മാറ്റി എഴുതുകയും ചെയ്തതായിട്ട് കാണുന്നു. വിധികൾ വരെ മാറ്റി എഴുതി. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കൂടി ദൈവം വലിയൊരു വിടുതൽ തരും. ഗെത്സമന പ്രെയർ അതിനൊരു മാതൃകയാണ്. യേശുക്രിസ്തുവിനെ ഗെത്സമന പ്രെയറിലെ യേശുക്രിസ്തുവിനെ സഹായിക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. അവനെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി ഇന്നും കർത്താവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് പ്രാർത്ഥന പ്രലോഭനത്തിലകപ്പെടാതെ കൊണ്ട് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. സൂക്ഷ്മതയോട് ജീവിക്കേണ്ടവരാകുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ പീഡാനുഭവ ആഴ്ചകളിലെ കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിച്ച നമുക്കൊരു മാതൃകയാകട്ടെ. നമ്മൾ പ്രാർത്ഥനാ ജീവിതങ്ങളിലെ നമ്മൾ അതിശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ഈ ദിവസങ്ങളിലെ നമ്മളെ പ്രയാസങ്ങളെ പ്രലോഭനങ്ങളിലെ ദൈവസന്നിധിയിലെ മുട്ടുമേൽ നിൽക്കുന്നവരാകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഈ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തട്ടെ. ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിലെ പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. നിരാശയുടെ വക്കിലിരിക്കുന്നവരുണ്ട്. കർത്താവെ, ചില വ്യക്തിബന്ധങ്ങളെ കുടുംബജീവിതങ്ങളെ ശിഥിലമായി കർത്താവെ, പ്രത്യേകിച്ച് ഡൈവേഴ്സായിരിക്കുന്ന ചില ആളുകൾ കർത്താവെ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചില സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ ഡൈവേഴ്സ് ആയതാണല്ലോ കർത്താവെ. എന്നാൽ അവർ ഒരുമിച്ചാകണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും ദൈവമേ അത് ഒരുമിച്ചാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർക്കൊക്കെ കർത്താവെ അതൊക്കെ ക്ഷമിച്ച് ഒരുമിച്ചാവണം, കുടുംബജീവിതം ഒരുമിച്ചാവണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില പർട്ടിക്കുലറായിട്ടുള്ള സഫറിങ്ങിൽ കൂടി കർത്താവെ, ഞരമ്പിൻ്റെ രോഗങ്ങൾ കൂടിയുള്ള സഫറിങ്ങിൽ കൂടി കടന്നു പോകുന്ന ചില ആളുകൾ ഇത് കാണുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു റിലീസ് അവർക്ക് നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഞരമ്പിലെ ക്ലോട്ടുകളെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഞരമ്പ് കർത്താവെ ക്ലോട്ടുള്ളതുകൊണ്ട് കർത്താവെ മൂവ്മെൻ്റ് ഇല്ലാതെയും അതുപോലെ മരിച്ചതുപോലെ ചത്തതുപോലെ ഇരിക്കുന്ന ആ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ജീവൻ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില മാനസിക വ്യതകൾ കൂടി കടന്നു പോകുന്നവരെ ഇന്ന് നീ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളെ രോഗങ്ങളിൽ നിന്ന് നീ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എവിടെയായിരിക്കുന്നു, നിങ്ങളുടെ വലത്ത് കൈയെ നിങ്ങളുടെ അവയവത്തിലെ പ്രയാസമുള്ള അവയവത്തിലെ ഇപ്പോഴേ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, കർത്താവിൻ്റെ അടിപ്പിണറുകളാൽ ഇന്ന് സൗഖ്യം നിങ്ങൾക്ക് വന്നു ചേരും. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ? കർത്താവെ, ആ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാവരെയും സൗഖ്യമാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രോഗമായാലും അതിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
തുറന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെയുള്ള സമയത്താണ് ഇതുള്ളത്. പ്രത്യേകിച്ചും ആ സമയത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇത് കണ്ട് പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങാനുള്ളൊരു അവസരമായിട്ട് ഉദ്ദേശിച്ചാണ് സമയം ചെയ്തിരിക്കുന്നത്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടും. അത് 100% ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് കർത്താവെ അറിയിച്ചു, ചില പ്രയർ റിക്വസ്റ്റിനൊക്കെ ഉത്തരം കിട്ടി എന്നുള്ളത്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. തീർച്ചയായും നിങ്ങൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. അതുപോലെ പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.